വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ 1-ാം ഭേദഗതി അനുസരിച്ച് 11-ൽ കവിയാത്ത അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താണ് ബോർഡ് രൂപീകരിക്കേണ്ടത്. ഈ 11-ൽ 9 പേരെ നിയമിച്ചാണ് നേരത്തെ LDF കാലത്ത് ഉത്തരവായത്. ബാക്കി 2 പേരെ ഉടൻ നിയമിക്കുമെന്ന് ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിയമത്തിലെ 14-ാം വകുപ്പിൽ ആകെ അംഗങ്ങളിൽ 2 പേര് അമുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയ, സുന്നി, മറ്റു മുസ്ലിങ്ങളിലെ പിന്നോക്ക സമുദായക്കാർ എന്നിവരുടെ പ്രതിനിധികളും ബോർഡിൽ ഉണ്ടാവണമെന്ന് നിർദ്ദേശമുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ ഗണ്യമായ അംഗങ്ങളുണ്ടെങ്കിൽ ബോറ, അഖാഖാനി ഈ വിഭാഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്നുണ്ട്. ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഇവിടെ വഖഫ് ബോർഡിന്റെ യോഗം ചേരുന്നതിന് ഉള്ള കോറം 5 അപ്പോൾ 11-ൽ 5 പേരാണ് കോറം. ആ നിലയിൽ പരിശോധിച്ചാൽ വഖഫ് ബോർഡ് യോഗം ചേരാനോ തുറന്നുള്ള പ്രവർത്തനം നടത്താനോ ഇപ്പോൾ നിയമപരമായി ഒരു തടസ്സവുമില്ല. പക്ഷേ കോടതിയിൽ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങളിൽ 2 അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തില്ല എന്നും മറ്റുമാണ് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഒരു ഹർജിക്കാരൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 100 കണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഫയൽ ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സ്വത്ത് വഖഫ് ചെയ്യുന്നതിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിലെ ചില ഭാഗങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അത്തരമൊരു ഇടപെടൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ, അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളുണ്ട്. ആ ഹർജികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ
കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നത് IUML-ന്റെ ഹർജിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഏറ്റവും രസാവഹമായ കാര്യം, ലീഗിന്റെ മന്ത്രിയാണ് വഖഫ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. ആ ചുമതല ഏറ്റെടുത്ത ഉടൻ ലീഗിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇത് വ്യക്തിപരമായി ആ മന്ത്രിയുടെ നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ മാറ്റം വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാട് മന്ത്രി എടുത്തത് എന്ന് മാത്രമേ കരുതാനാവൂ. തീർത്തും വിരോധാഭാസമായൊരു കാര്യമാണിത്.